ഗുഡ് മോർണിംഗ്. നമ്പർ വേൾഡ് നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്പർ വേൾഡാണ്. നമുക്ക് ഇന്ന് നമ്പർ വേൾഡിലെ ഒരു പ്രോബ്ലം ചെയ്യാം. The question is, how many two-digit numbers are there with 0? How many without 0? So we have to find out how many two-digit numbers are there with 0, how many two-digit numbers are there without 0. അതായത് നമുക്ക് എത്ര ടു ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് സീറോ ഉള്ളത്, സീറോ ഇൻക്ലൂഡ് ചെയ്ത് എത്ര ടു ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നും സീറോ ഇല്ലാത്ത എത്ര ടു ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നുമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ? What is the answer? The answer is 10, right? So let me ask you another question. Which is the last two-digit number? The answer is 99. Okay. നമുക്കറിയാം ഫസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ഏതാണ്? 10 ആണ് അല്ലേ? 9 കഴിഞ്ഞ് വരുന്നത് 1 2 3 4 9 അല്ലേ? 9 വരെ നമ്മൾ എണ്ണും, അതൊക്കെ 1 ഡിജിറ്റ് നമ്പേഴ്സാണ് അപ് ടു 9. 9 കഴിഞ്ഞ് ഏതാ വരുന്നത്? 10. സോ 10 ആണ് നമ്മുടെ ഫസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ. ലാസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ഏതാണ്? 99 ആണ്. 99 കഴിഞ്ഞ് വരുന്ന ഏതാ? 100 ആണ്. 100 അപ്പോൾ ആകുമ്പോഴേക്കും അതൊരു 3 ഡിജിറ്റ് നമ്പർ ആവും. സോ ലാസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ഏതാണ്? 99. സോ വി നോ ദാറ്റ് ഫ്രം 10 to 99 അതാണ് നമ്മുടെ ടു ഡിജിറ്റ് നമ്പേഴ്സ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ്. So we know that the two digit numbers will be starting from 10 and ending with the 99. So the total two digit numbers is 90. നമുക്കറിയാം നമ്മുടെ ടു ഡിജിറ്റ് നമ്പേഴ്സ് 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 99ൽ എൻഡ് ചെയ്യുന്നു അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ 10 to 99. 10 to 99 എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. We know that from 10 to 99, 90 numbers are there. Okay, so the total number of two-digit numbers is 90. Next thing we have to find out is total number of two-digit numbers with the 0. So we have to find out how many digits are there with the 0. We know that 10 is having 1 0, definitely 20, 30, 40, 50, 60, 70, 80, 90. So these are the numbers with the 0. Do you know any other numbers with the 0 in two digit numbers? No. There are only 9 numbers with the 0 in two digit numbers. അതായത് നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്താണ്? ടു ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര നമ്പേഴ്സിന് 0 ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം 10ൽ ഒരു 0 വരുന്നുണ്ട്, അതുപോലെ തന്നെ 20, 30, 40, 50, 60, 70, 80, 90 ഇത്രയും നമ്പേഴ്സിലാണ് 0 വരുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്പർ അറിയാവോ 0 വരുന്ന ഒരു ടു ഡിജിറ്റ് നമ്പർ? ഇത്രയും നമ്പേഴ്സിലെ 0 ഇൻക്ലൂഡ് ചെയ്യുന്ന ടു ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളൂ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 0 ഈസ് 9 അല്ലേ? 9 എണ്ണമാണ് ഉള്ളത്. സോ ദെൻ ഹൗ വിൽ ഗെറ്റ് ദ നമ്പേഴ്സ് വിത്തൗട്ട് 2 zeros, വിത്തൗട്ട് 0? അതായത് വി ഹാവ് ടു മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ്, വി ഹാവ് ടു മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 0 ഫ്രം ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 0 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം നമുക്കറിയാം 90 മൈനസ് 9 എത്രയാണ്? 81. അപ്പം നമ്മൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം അത് 10 to 99 വരെയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എത്രയാണ്? 90. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 0 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമുക്കറിയാം 10, 20, 30, 40, 50, 60, 70, 80, 90. അപ്പം 9 നമ്പേഴ്സാണുള്ളത്. നമ്മളത് അവിടെ മെൻഷൻ ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്തൗട്ട് 0 ആണ്. അപ്പോൾ വിത്തൗട്ട് 0 വരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രം ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വി ഹാവ് ടു മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 0. അപ്പം 90 മൈനസ് 9 എത്രയാണ്? 81. സോ അവർ ആൻസർ ഈസ്
81. എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് നിങ്ങൾ ഈ പ്രോബ്ലം മനസ്സിലായി, നിങ്ങൾ നോട്ടിൽ എഴുതി കഴിഞ്ഞ് യു ഹാവ് ടു ഡു വൺ ആക്ടിവിറ്റി എന്താണ്? നമ്പർ ഓഫ് 3 digit നമ്പേഴ്സ് വിത്ത് 2 0. We have to find out how many 3 digit numbers are there with 2 0. 2 zeros ഉള്ള 3 digit നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് നമ്പർ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാ? ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? 100. ഓക്കെ. ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? 2 സീറോസ് വരുന്ന ഒരു 3 digit നമ്പേഴ്സിൽ ലാസ്റ്റ് നമ്പർ ഏതാ? ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് 900. അതാണ് 2 digit 3 digit നമ്പേഴ്സിൽ നമ്പർ ഓഫ് 3 digit നമ്പേഴ്സ് വിത്ത് 2 zeros നമ്മൾ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ നമ്പർ ഇത്ര എണ്ണം എന്ന് എഴുതുന്ന പോലെ നമ്പേഴ്സ് കൂടി മെൻഷൻ ചെയ്യണം. യു ഹാവ് ടു മെൻഷൻ ദി നമ്പേഴ്സ് ഓൾസോ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ ഓഫ് 3 digit നമ്പേഴ്സ് വിത്തൗട്ട് 2 0. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് 3 digit നമ്പേഴ്സ് വിത്തൗട്ട് 2 zeros. അതായത് 2 zeros ഇല്ലാത്ത എത്ര 3 digit നമ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ നമ്പർ ഓഫ് 3 digit നമ്പേഴ്സ്. We know that the total number of 3 digit numbers starting from 100 ending with the 999. So you have to find out the total number of 3 digit numbers. From that total number of 3 digit numbers, what you have to do? You have to minus the total number of 3 digit numbers with the 0. Then you will get the answer. Okay. അപ്പം ആ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. സോ നെക്സ്റ്റ് ഞാൻ ഇന്നലെ ഒരു പ്രോബ്ലം തന്നിരുന്നു. ഹൗ മെനി 3 digit നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് 2 different digits. Write down such numbers from 100 to 199. The question is that how many 3 digit numbers can be formed by using 2 different digits? Write down such numbers from 100 to 199. അതായത് നമുക്ക് എത്ര 3 digit നമ്പേഴ്സ് 2 ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 3 digit നമ്പേഴ്സ് പറയുമ്പം 3 ഡിജിറ്റ് വരും. പക്ഷേ ഏതെങ്കിലും 2 ഡിജിറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര 3 digit നമ്പേഴ്സ് ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 100 ഒരു എക്സാമ്പിളാണ് അല്ലേ? നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്? 1ഉം 0യും മാത്രമാണ്. അപ്പോൾ 2 different ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്മളൊരു 3 digit നമ്പർ ഫോം ചെയ്തു. അതേപോലെ തന്നെ 122 ഒരു എക്സാമ്പിളാണ് അല്ലേ? 1ഉം 2ഉം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിജിറ്റ് ഫോം ചെയ്തു അല്ലേ? ഒരു 3 digit ഫോം ചെയ്തു. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് 199. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന 199 ഒരു എക്സാമ്പിളാണ് അല്ലേ? 1ഉം 9ഉം മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. നമ്മളൊരു 3 digit നമ്പർ ഫോം ചെയ്തു. അപ്പം നിങ്ങൾ അത്തരം നമ്പേഴ്സ് എഴുതണം. അതായത് ഫ്രം 100 to 199 ഇടയിലുള്ള 3 digit നമ്പേഴ്സ് എഴുതണം. ഇങ്ങനെ 2 ഡിജിറ്റ്സ് മാത്രം യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന 3 digit നമ്പേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനകത്ത് ഞാനൊരു ഹിൻറ്റ് പറഞ്ഞു തരാം. ഹിൻറ്റ് എത്ര 3 digit നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള ഹിൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രം 100 to 199 വരെ 27 നമ്പേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം. നമുക്ക് 3 digit നമ്പേഴ്സാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷേ ആ 3 digit നമ്പേഴ്സിൽ നമ്മൾ 2 different ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ 100 ആണ് അല്ലേ? 1ഉം 0യും മാത്രം യൂസ് ചെയ്ത് നമ്മളൊരു 2 digit നമ്പർ ഫോം ചെയ്തു. 199 1ഉം 9ഉം മാത്രം യൂസ് ചെയ്ത് നമ്മളൊരു 3 digit നമ്പർ ഫോം ചെയ്തു. അപ്പം നമ്മൾ 100 to 199 ഇടയിലുള്ള സച്ച് നമ്പേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഹിൻറ്റ് ഈസ് ദാറ്റ് 27 സച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 27 നമ്പേഴ്സ് കിട്ടണം.
ദറ്റ് ഈസ് ദ ആൻസർ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് പ്രോബ്ലം നോട്ടിൽ എഴുതുക, അതിന് ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതും ചെയ്യുക. ഈ ക്വസ്റ്റ്യനും ചെയ്യുക, നോട്ട് ചെയ്യുക. എന്നിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ നിന്ന് ഓൾറെഡി എന്തെങ്കിലും ഹോംവർക്കുകളും കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോബ്ലം ചെയ്യാൻ.